ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമൺ ട്രേഡിംഗ് മിസ്റ്റേക്സ് ദാറ്റ് യു മസ്റ്റ് അവോയ്ഡ് എന്ന ടോപ്പിക്കാണ്. അതായത് ഷെയർ മാർക്കറ്റിൽ കോമൺ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. സത്യത്തിൽ ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് ഐഡിയ കിട്ടിയത്. ഒരു ആർട്ടിക്കിളായിരുന്നു അത് പോസ്റ്റ് ചെയ്തത് മിസ്റ്റർ കണ്ണൻ. അദ്ദേഹം അഡ്മിൻ പാനലിലെ മെമ്പർ കൂടിയാണ്, ഗ്രൂപ്പിൻ്റെ അഡ്മിനിൽ ഒരാളാണ്. അദ്ദേഹമാണ് ഈ ഒരു ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ ഓതർ ആരാണ് എനിക്കറിയത്തില്ല. എന്തായാലും ആരായാലും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഷെയർ മാർക്കറ്റിൽ വളരെ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെയാണ് ഇതിൻ്റെ ഓതർ. അദ്ദേഹത്തെ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. എനിവേ, ആ ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകുന്നത്. അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത കാര്യം ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് മാത്രം ഒതുങ്ങി നിൽക്കണ്ടല്ലോ എന്ന് കരുതി എൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കൂടെ ഈ കാര്യം അറിയണം. ഷെയർ മാർക്കറ്റിൽ ബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം അറിയണം. അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആണെങ്കിൽ വളരെ മസ്റ്റായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളാണ്. അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. നമ്മളിപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നത് ടെക്നിക്കൽ അനാലിസിസ് ഉണ്ട്, ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉണ്ട്, ഇതൊക്കെ പഠിക്കണം എന്നാണ്. വേറെ കാര്യം, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷെയർ മാർക്കറ്റിൽ വിജയിക്കാം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസ് പഠിക്കണം. ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ടെക്നിക്കൽ അനാലിസിസ് ആണ്. കമ്പനിയുടെ ഹെൽത്ത്, എത്ര സ്ട്രോങ് ആണ് കമ്പനി എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ്. ഓക്കെ, ഈ രണ്ട് അനാലിസിസും പഠിക്കണം. പക്ഷേ അതിനേക്കഴിഞ്ഞും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ഷെയർ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഇമോഷൻ. ഇമോഷൻ കൊണ്ട് ഒരുപാട് ക്യാഷ് നഷ്ടപ്പെട്ട ട്രേഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു ട്രേഡറിൻ്റെയും ഒരു ഇൻവെസ്റ്ററിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. ടെക്നിക്കൽ അനാലിസിസ് പഠിക്കണം, ഫണ്ടമെൻ്റൽ അനാലിസിസ് പഠിക്കണം. അതിനേക്കാൾ ഉപരിയായിട്ട് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ ഇമോഷൻ കാരണം ഒരുപാട് റോങ് ഡിസിഷൻസ് എടുക്കും. അങ്ങനെ നമ്മുടെ ക്യാഷ് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഇമോഷനുള്ളപ്പം നമ്മൾ നമ്മുടെ തെറ്റ് അംഗീകരിക്കില്ല. നമ്മുടെ ഡിസിഷൻ തെറ്റാണ് എന്ന് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫീലിങ്സ് അത് അംഗീകരിക്കാതെ ബൈ ചെയ്യേണ്ടടുത്ത് ബൈ ചെയ്യാതെ, സെല്ല് ചെയ്യേണ്ടടുത്ത് സെല്ല് ചെയ്യാതെ ക്യാഷ് നഷ്ടപ്പെടുത്തിയേക്കാം. അപ്പോൾ നിരന്തരമായ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിനെ അടുത്ത് ഇടപഴകണം, നല്ല പരിചയം വേണം. അങ്ങനെ നിരന്തരമായ ട്രെയിനിങ്ങിൽ കൂടി നമുക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാവുന്നതാണ്. കൺട്രോൾ ചെയ്തേ പറ്റൂ. ഇല്ലാതെ ഇൻട്രാഡേ കളിക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ, ശരിക്കും ഇൻട്രാഡേയിലൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവർക്ക് ഇമോഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അവർക്കുണ്ടാവില്ല. അവരൊരു ഫിക്സഡ് ക്വാണ്ടിറ്റി സ്റ്റോക്ക് ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ചെയ്താൽ അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ മനസ്സിൽ ടാർഗറ്റ് ഉണ്ട്, അവരുടെ മനസ്സിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, എഗെയിൻസ്റ്റ് പോയാൽ എന്ത് ചെയ്യണമെന്നും അവരുടെ മനസ്സിലുണ്ട്. സ്റ്റോക്ക് ഒരിക്കലും ഒരു സിസ്റ്റത്തിൽ കൂടിയല്ല പോകുന്നത്. ഷെയർ മാർക്കറ്റ് ഒരുപാട് ആൾക്കാരുടെ ഇമോഷൻ്റെ ഒരു മൂവ്മെൻറ്റും കൂടെ ആണുള്ളത് ഷെയർ മാർക്കറ്റിൽ. അതായത് ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല എനിക്ക് ഓപ്പോസിറ്റ് ഇരുന്ന് ട്രേഡ് ചെയ്യുന്നയാൾ ചിന്തിക്കുക. അതുപോലെ ആയിരിക്കില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ആൾക്കാർ ചിന്തിക്കുക. ന്യൂസുകൾ വരുന്നതും നമുക്കൊന്നും ഫേവറബിളായിട്ടുള്ള കണ്ടീഷനിലായിരിക്കില്ല. അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് ഫേവറബിളായിട്ടും കുറേ ആൾക്കാർക്ക് അൺഫേവറബിളായിട്ടും ഉള്ള കണ്ടീഷനിലായിരിക്കും ന്യൂസ് വരുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഉള്ള കയറ്റ ഇറക്കങ്ങൾ അതൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമ്മളെടുത്ത ഒരു ഡിസിഷൻ തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് അംഗീകരിച്ച് അതിൽ കൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷൻ കൺട്രോൾ ചെയ്തേ പറ്റൂ. റോങ്ങെങ്കിൽ റോങ്, ഓക്കെ, എനിക്കിത്ര നഷ്ടം, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നമ്മൾ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷൻ കൺട്രോൾ ചെയ്യണം. ഇമോഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ നല്ല ട്രെയിനിങ് വേണം ഷെയർ മാർക്കറ്റിൽ. സെൽഫ് ട്രേഡിംഗ് ആണ്. ഇപ്പം നമുക്ക് ഈ ഇമോഷൻ കൺട്രോൾ ചെയ്യാനുള്ള ട്രെയിനിങ് ഒന്നും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല.
ഒരു പക്ഷേ ഫ്യൂച്ചറിൽ വന്നേക്കാം. അല്ലെങ്കിൽ നമുക്ക് സെൽഫ് ട്രെയിനിങ് മതി. നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. പക്ഷേ ഒരു കാര്യം, വളരെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് നഷ്ടം വന്നാൽ വല്ല 5 രൂപയോ 10 രൂപയോ ആ രീതിയിൽ നഷ്ടം വരിക, ആ ഒരു ലെവലിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് എന്ന ഒരു രീതിയിൽ അങ്ങനെ ട്രേഡ് എടുത്ത് ഫ്യൂച്ചറിൽ ലാഭം കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ കുറേശ്ശെ ക്വാണ്ടിറ്റി ഉയർത്തിക്കൊണ്ട് വന്നിട്ട് ഈ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഇതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് തോന്നുന്നു. ഇൻട്രാഡേ ചെയ്താൽ ഭയങ്കര ഡേഞ്ചറാണെന്ന് എല്ലാവരും പറയും. വളരെ ഡേഞ്ചർ തന്നെയാണ് ഇൻട്രാഡേ കൊണ്ട് ക്യാഷ് ഒരുപാട് ഉണ്ടാക്കുമോ, അങ്ങനെ ഉണ്ടാകാം. ഓക്കെ, എനിവേ ഭൂരിപക്ഷം ആൾക്കാരുടെയും പൈസ നഷ്ടപ്പെടുന്നതാണ്. അത് ഈ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇത് കൺട്രോൾ ചെയ്തിട്ട് സ്റ്റേബിളായിട്ട് നമ്മളിരിക്കണം. നമ്മുടെ ഒരു ഷെയർ നമ്മളെടുത്ത ഒരു ട്രേഡ് ലോസിലേക്ക് പോയാലും നമ്മൾ കൂളായിട്ട് അത് നോക്കിയിരിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാകണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറ്റുള്ളൂ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്നാൾ ഒരു എനിക്ക് വാട്സപ്പിൽ വന്ന സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പം 20,000 30,000 അങ്ങനെ ആ റേഞ്ചിൽ 18,000 ആ റേഞ്ചിൽ ഫുള്ള് ലോസ്. പ്രോഫിറ്റുള്ള ട്രേഡും ഉണ്ട്. ഒരു ദിവസത്തെയാണ് കേട്ടോ, ഒരു ദിവസം പ്രോഫിറ്റുള്ള ട്രേഡും ഉണ്ട്. പ്രോഫിറ്റ് ഞാൻ കണ്ടതാണ് 200 രൂപ 300 രൂപ. ഇതാണ് പ്രോഫിറ്റ് വളരെ വളരെ കുറവും ലോസ് വളരെ വളരെ കൂടുതലും. കറക്റ്റ് ഇതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അറിവില്ലാത്ത കൊണ്ടോ ഒന്നുമല്ല, ടെക്നിക്കൽ അറിയില്ലാത്ത കൊണ്ടോ ഒന്നുമല്ല. അത്യാവശ്യം അറിവുള്ള ആളാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്, നല്ല ജോലി ഉള്ള ആളാണ്. കറക്റ്റ് ഇതിൻ്റെ കാരണം ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. അതാണ് നമ്മുടെ ലോസ് ബുക്ക് ചെയ്തതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു മനോധൈര്യം കൂടെ നമുക്ക് വേണം. നമുക്ക് പേടിച്ചിരിക്കരുത്. പക്ഷേ ഇപ്പോഴത്തേന് ഞാൻ പ്രോഫിറ്റ് എടുത്തില്ലെങ്കിൽ ഇതങ്ങ് ഇടിഞ്ഞ് താഴെ പോകുമോ, അയ്യോ എനിക്ക് കിട്ടില്ലേ, അങ്ങനെയല്ല. റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇമോഷൻ കറക്റ്റ് കൺട്രോൾ ചെയ്താൽ, ഇപ്പം 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു ട്രേഡ് എടുക്കുകയാണ്. ഓക്കെ, അതിൽ ഇപ്പം 500 രൂപ എനിക്ക് നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല. എനിക്ക് പ്രോഫിറ്റ് ഇതിൽ 1000 രൂപ പ്രോഫിറ്റ് എനിക്ക് വേണം. ഓക്കെ, സപ്പോർട്ട് നോക്കി, റെസിസ്റ്റൻ്റ് നോക്കി, ടെക്നിക്കൽ എല്ലാം നോക്കി, വോളിയം നോക്കി, RSIയോ മാഗ്ഡിയോ ഏതൊക്കെ ഇൻഡിക്കേറ്ററാണോ നമ്മൾ നോക്കുന്നത് എല്ലാം നോക്കി. ഓക്കെ, നമുക്കപ്പം മനസ്സിൽ ഫിക്സ് ചെയ്തു, ഇന്നത് എനിക്ക് 1000 രൂപ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ്, ഇന്ന് സ്റ്റോക്ക് ഇങ്ങോട്ട് മൂവ് ആകും, അപ്പം 1000 രൂപ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്, ഉറപ്പിച്ചു. സ്റ്റോപ്പ് ലോസ് നോക്കി, സ്റ്റോപ്പ് ലോസിന് നമ്മൾ ഒരു 500 രൂപ സ്റ്റോപ്പ് ലോസ്, അത് ചുമ്മാ അല്ല നോക്കുന്നത്, അതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻറ്റും നോക്കിയിട്ട് സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്തു. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്താലും അതിന് എഗെയിൻസ്റ്റ് ആണല്ലോ പോളൂ. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് നമ്മളൊരു ബൈ ആണ് ചെയ്തതെന്ന് വിചാരിച്ചോ. ബൈ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റോക്ക് മുകളിലേക്ക് പോകണം. പക്ഷേ നമ്മൾ സാധാരണ ബൈ ചെയ്ത് കഴിഞ്ഞ് സ്റ്റോക്ക് താഴേക്ക് പോകും. അത് താഴേക്ക് പോയി. അങ്ങനെ താഴേക്ക് പോയിട്ട് 500 രൂപയാണ് സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചേക്കുന്നത്. ഓക്കെ, ഏകദേശം ഒരു 300 രൂപയുള്ളത് താഴേക്ക് പോയിട്ട് മുകളിലേക്ക് കയറി വരിക. 300 ആകുമ്പോഴത്തേനും നമ്മുടെ ഇങ്ങനെ ചങ്കിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഹിറ്റാകും, പൈസ പോയി, 500 പോയി എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നിട്ട് ഒരു 300ഓളം വന്ന് നമ്മുടെ നിഗമനം അവിടെ കറക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അത് 500 പോയി ഹിറ്റായില്ല. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ വെക്കുന്നത് ഹിറ്റാകാൻ സാധ്യതയില്ലാത്തതാണ് ഒരു സംഭവമാണ് നമ്മൾ വെക്കുന്നത് സ്റ്റോപ്പ് ലോസ്. എനിവേ, ട്രെൻഡ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ വലിയ ക്യാഷ് നമുക്ക് നഷ്ടം വരാനും പാടില്ല. ആ റേഞ്ചിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കിയാണ് വെക്കുക. ഓക്കെ, അങ്ങനെ വെച്ച് കഴിഞ്ഞ് ഇത് 300 നിന്ന് മുകളിലേക്ക് പോവാണ് ഈ സ്റ്റോക്ക്. 300 മുകളിലേക്ക് പോയിട്ട് നമുക്ക് ഏകദേശം ഒരു 100 രൂപ പ്രോഫിറ്റ് കിട്ടും. ഒയ്യോ ഈശ്വര, രക്ഷപ്പെട്ടു. 1000 രൂപ പ്രോഫിറ്റൊന്നും നമ്മൾ നിൽക്കുന്നില്ല, 1000-നൊന്നും നമ്മൾ നിൽക്കുന്നില്ല. 100 ആ പ്രോഫിറ്റ് ആയപ്പോഴത്തേന് രക്ഷപ്പെട്ടു. പിന്നെ ഇപ്പോൾ നോക്കിയിരിക്കുകയാണ്, 150, 160, 170 ബുക്ക് ചെയ്തു, പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അത് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു സംഭവം വരുന്നത്. ഇത് വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവിടെ 1000 രൂപ ബുക്ക് ചെയ്യേണ്ട 1000 തന്നെ ബുക്ക് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചോട്ടെ, എനിക്ക് 500 പൊക്കോട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് 1000 കിട്ടണം. കാരണം ഇതിന് പകരം ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? സ്റ്റോപ്പ് ലോസ് അടിച്ചിരുന്നാൽ നിങ്ങളുടെ 500 രൂപ പോയേനെ. അപ്പോൾ ലാഭം കിട്ടുമ്പം 100 രൂപയോ 150 രൂപ കിട്ടിയിട്ട് കാര്യമില്ല.
അതിന് നമുക്ക് 1000 തന്നെ കിട്ടണം. അല്ലെങ്കിൽ അതേപോലത്തെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ ടൈം പോകുന്നു, ഓക്കെ, ക്ലോസ് ചെയ്യാനുള്ള സമയത്തോടടുക്കാറായി, ഓക്കെ, അല്ലെങ്കിൽ വോളിയോ കാര്യങ്ങളോ എന്തെങ്കിലും കുറഞ്ഞോ കൂടിയോ വരുന്നു, ഓക്കെ, നമ്മുടെ ഒരു എഗെയിൻസ്റ്റ് ഡയറക്ഷനിലേക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു, ഒരു ന്യൂസ് വന്നു, ഗ്ലോബലി എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു, അല്ലെങ്കിൽ ആ ഒരു സെക്ടറിൽ ആ ഒരു സ്റ്റോക്കിന് ഒരു നെഗറ്റീവ് ന്യൂസ് അല്ലെങ്കിൽ പോസിറ്റീവ് ന്യൂസ് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കത് ചെയ്യാം. അല്ലാതെ അങ്ങനെ ഒരു ഫാക്ടറും ഇല്ലാത്ത സമയത്ത് ഇത് ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്നത് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അവർക്ക് എൻഡ് ഓഫ് ദ മന്ത് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഇയർ നോക്കിയാൽ ലോസ് തന്നെയായിരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്, ലോസ് തന്നെയായിരിക്കും. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ പോയിൻ്റ് കുറച്ച് വിശദീകരിച്ചു. നമുക്ക് രണ്ടാമത്തെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. ഞാനൊന്ന് വായിക്കാം. നെവർ ആവറേജ് എ ലോസിങ് ട്രേഡ് ബൈ ടേക്കിംഗ് ഓൺ ലീവറേജ്. നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡ് ലീവറേജ് എടുത്ത് ഒരിക്കലും ആവറേജ് ചെയ്യരുത് എന്നുള്ള കാര്യം എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഞാനും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും വല്ലപ്പോഴും ഒക്കെ ഇമോഷണലി ഫെയിലായിട്ട് ഇപ്പോഴും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒരു കാരണവശാലും നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡ് ലീവറേജ് എടുത്ത് ചെയ്യരുത്. അത് മനസ്സിൽ കുറിച്ച് വെക്കുക, ഉറപ്പിച്ച് വെക്കുക. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നറിയോ? ഒരുപക്ഷെ 1-2 പ്രാവശ്യം നിങ്ങൾ വിജയിച്ചേക്കാം, നിങ്ങൾ അങ്ങനെ ട്രേഡ് എടുത്ത് വിജയിച്ചേക്കാം. അങ്ങനെ വിജയിക്കാത്ത ഒരുപാട് പേരെ എനിക്കറിയാം. ഞാനടക്കം വിജയിക്കാത്ത ആളാണ് അങ്ങനെ ലീവറേജ്. ഞാനിപ്പോൾ ഒരു സ്റ്റോക്കിൽ ഒരു എൻട്രി എടുത്താൽ ആ എൻട്രി തന്നെ ആവറേജ് എന്നുള്ള പരിപാടിയില്ല. ചിലപ്പോഴൊക്കെ കയ്യിൽ നിന്ന് പോകും, അന്നേരം മാത്രം. ചിലപ്പോഴൊക്കെ നമ്മുടെ ഒരു മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കയ്യിൽ നിന്ന് പോകും, അതേ ഉള്ളൂ. അല്ലാതെ ആവറേജ് എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. കാരണം ആവറേജ് ചെയ്യുക എന്നതിനർത്ഥം നമ്മുടെ ഡിസിഷൻ തെറ്റാണ്, നമ്മളെടുത്ത ഡിസിഷൻ തെറ്റാണ് എന്ന് തന്നെയാണ്. ഷെയർ മാർക്കറ്റിൽ ഒരു എൻട്രി എടുക്കണമെങ്കിൽ അത്ര കണ്ണിങ് ആയിട്ടാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അതിന് നമ്മൾ ടെക്നിക്കൽ പഠിക്കാൻ തന്നെ വേണം. കുറച്ച് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പഠിക്കാവുന്ന സാധനമുള്ളൂ ടെക്നിക്കൽ. ആരും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുകയോ അല്ലെങ്കിൽ ബുക്ക് വായിച്ച് പഠിക്കേണ്ട ഒരു കാര്യമല്ല ടെക്നിക്കൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്വന്തമായിട്ട് നമ്മൾ മാർക്കറ്റ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല ഷെയറുകളുടെ ചാർട്ടും കാര്യങ്ങളും ഒക്കെ എടുത്ത് നോക്കി, വോളിയം, അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഈ ടിക്കറ്റ്. അങ്ങനെ പഠിക്കുന്നതിന് ഭയങ്കര ഗുണമായിരിക്കും, ഭയങ്കര പവറായിരിക്കും. അല്ലാതെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചാലോ ബുക്ക് വായിച്ച് പഠിച്ചാലോ ഒന്നും അത്രയ്ക്കൊരു പവർ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരിക്കലും മറക്കണ്ടാത്ത മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു കാര്യമുണ്ട്. ലീവറേജ് എടുത്ത് ട്രേഡ് ചെയ്യുന്ന തന്നെ ലീവറേജ് എടുത്ത് ട്രേഡ് ചെയ്യുന്നത് ഭയങ്കര അബദ്ധമാണ്. അപ്പോൾ ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡ് ലീവറേജ് എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൽക്കുലേഷനൊക്കെ തെറ്റും. നമുക്ക് ചിലപ്പോൾ 1-2 പ്രാവശ്യം ചിലപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലോ കോസ്റ്റൊക്കെ എക്സിറ്റ് ആകാൻ പറ്റുമായിരിക്കും. മെജോറിറ്റിയും ബാക്കി ഒരു 100 ട്രേഡിൽ ബാക്കി 98 ട്രേഡും ഹ്യൂജ് ലോസ് ആയിരിക്കും. അതായത് നമ്മൾ ആദ്യം എക്സ്പെക്റ്റ് ചെയ്ത ലോസ് ആയിരിക്കില്ല, അത് ആവറേജ് ചെയ്ത് ആ ലോസ് നമുക്ക് ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് നമ്മൾ മനസ്സിൽ ആദ്യം കണ്ടേക്കുന്ന ലോസ് എത്രയാണോ അതിനെ കഴിഞ്ഞൊക്കെ 10 മടങ്ങ് ലോസ് ആയിരിക്കും. എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും ഇത്. ഓക്കെ, ബിഗിനേഴ്സ് ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ലീവറേജ് എടുത്തിട്ട് ട്രേഡ് ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം, കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ ചെയ്തോളൂ. പക്ഷേ ആവറേജ് ചെയ്യരുത്. ലോസിലേക്ക് പോയ ഒരു ട്രേഡും ലീവറേജ് എടുത്തിട്ട് ആവറേജ് ചെയ്യരുത്. ആ ലോസ് എന്ന് തന്നെ മനസ്സിൽ കരുതുക. ആവറേജ് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെയർ ക്യാപിറ്റലിൽ പോകും. അങ്ങനെ പോയിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. ഓക്കെ, എൻ്റെ പോയിട്ടില്ല, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഈ സംഭവം ക്യാച്ച് ചെയ്തിട്ട് ഞാൻ ആ പരിപാടി നിർത്തി. കുറച്ച് പൈസ എൻ്റെയും പോയിട്ടുണ്ട്, ഇത് തുടക്കത്തിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം ഞാനും ആ പരിപാടി ചെയ്യുന്നില്ല. എന്തായാലും ഒരുപാട് നല്ല മെസ്സേജുകൾ ഉള്ള ഒരു കോട്ട് ആയിരുന്നു ഇത്. ഇനിയും കണ്ടിന്യൂഷനുണ്ട്. ഓക്കെ, ഇതിൻ്റെ പാർട്ട് 2 ഞാൻ ചെയ്യാം. പാർട്ട് 2 ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ ഈ 2 നമ്മളിപ്പം മനസ്സിലാക്കിയുള്ളെങ്കിലും 2 പഠിച്ചുള്ളെങ്കിലും ഒരിക്കലും മറക്കാതിരിക്കുക. ഒരു ട്രേഡർ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ 2 കാര്യങ്ങളും. ഓക്കെ, കണ്ടിന്യൂഷൻ ബാലൻസ് ഉണ്ട്. ബാലൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.